നമ്മുടെ 15 ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട്. ഇന്ന് നാം സാധാരണയായി ചിലപ്പോൾ നാം എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറയാറില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ പറയാണ്, എനിക്ക് അവനെ സഹായിക്കണമെന്നുണ്ട്. എനിക്ക് ഒരു സിനിമ കാണാൻ താല്പര്യമുണ്ട്. അപ്പം എനിക്ക് അവനെ സഹായിക്കണമെന്നുണ്ട് എന്ന് പറയുമ്പം ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം. ഐ വുഡ് ലൈക്ക് ടു, അതായത് വുഡ് എന്ന ഓക്സിലിയറി വേർബിൻ്റെ കൂടെ ലൈക്ക് ടു, ലൈക്ക് LIKE ലൈക്ക് ടു എന്ന് ചേർക്കുമ്പോൾ അവിടെ ഒരു ആഗ്രഹത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, വുഡ് ലൈക്ക് ടു, എനിക്ക് അവനെ സഹായിക്കണമെന്നുണ്ട്. എനിക്കെന്നുണ്ടപ്പോൾ ഐ അല്ലേ, അവൻ ഹിം അല്ലേ. ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം. വുഡ് ലൈക്ക് ടു പ്ലസ് വെർബ്. ഓക്കെ, എനിക്കൊരു സിനിമ കാണാൻ താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു സീ എ ഫിലിം. ഐ വുഡ് ലൈക്ക് ടു സീ എ ഫിലിം. എനിക്ക് അവിടെ പോകണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ. ഓക്കെ, അവർക്ക് ഇംഗ്ലീഷ് പഠിക്കുവാൻ താല്പര്യമുണ്ട്. ദേ വുഡ് ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, വുഡ് ലൈക്ക് ടു പ്ലസ് റൂട്ട് വെർബാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ കൂടെ വരുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വി വുഡ് ലൈക്ക് ടു കം വിത്ത് യു. വി വുഡ് ലൈക്ക് ടു കം വിത്ത് യു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയാണ്, ഈ പുസ്തകം എനിക്ക് വായിക്കുവാൻ താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു റീഡ് ദിസ് ബുക്ക്. എന്നാൽ നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കുവാൻ താല്പര്യമുണ്ടോ എന്നാകുമ്പോൾ ഐ മാറ്റുക. വുഡ് യു ലൈക്ക് ടു റീഡ് ദിസ് ബുക്ക്? ആ ഓക്സിലറി വെർബായ വുഡിനെ ആദ്യം നാം എടുത്ത് പുറത്തു കൊണ്ടുവരാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് ഓരോ പ്ലേലിസ്റ്റ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓരോ വീഡിയോകളും പ്രത്യേകമായി വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് അവനെ സഹായിക്കണമെന്നുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം. അപ്പം നിനക്ക് അവനെ സഹായിക്കണമെന്നുണ്ട്. ഐ മാറ്റിയിട്ട് അവിടെ എന്ത് വേണം? വുഡ് ചെയ്യുക, വുഡ് എടുക്കുക. വുഡ് യു ലൈക്ക് ടു ഹെൽപ്പ് ഹിം? ഇനി എനിക്ക് ആ സിനിമ കാണുവാൻ താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു സീ ദ ഫിലിം. അപ്പോൾ നിനക്ക് ആ സിനിമ കാണുവാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു സീ ദാറ്റ് ഫിലിം? അപ്പോൾ ഒരാഗ്രഹത്തെ എടുത്ത് എങ്ങനെ പറയാമെന്ന് മനസ്സിലായല്ലോ. വുഡ് ലൈക്ക് ടു പ്ലസ് ഏതാണ്? ഇപ്പോൾ എനിക്ക് കളിക്കണം എന്നാണെങ്കിൽ വുഡ് ലൈക്ക് ടു പ്ലേ. എനിക്ക് പഠിക്കണം എന്നാണെങ്കിൽ വുഡ് ലൈക്ക് ടു സ്റ്റഡി. എനിക്ക് പഠിപ്പിക്കണമെന്നുണ്ടെന്നാണെങ്കിലോ വുഡ് ലൈക്ക് ടു ടീച്ച്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് ഏത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ഒരാഗ്രഹത്തെ പറയാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓരോ രീതിയിലും സംസാരിക്കേണ്ടതും ചോദ്യങ്ങൾ യെസ് ഓർ നോ ടൈപ്പായും അല്ലാതെയും ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ ഓരോ സമയത്തും ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു വാചകങ്ങളെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഓക്കെ, കഴിഞ്ഞു. അടുത്തത് യൂസ്ഡ് ടു എന്നത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു നേരത്തെ നടന്നുകൊണ്ടിരുന്നതും ഇപ്പോഴില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് യൂസ്ഡ് ടു ഉപയോഗിക്കാം. അതായത് യൂസ്ഡ് ടു ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ യൂസ്ഡ് ടു, അതിൻ്റെ കൂടെ റൂട്ട് വെർബ്. അപ്പോൾ ഞാൻ പറയാണ്, ഇപ്പം പിന്നെ ഞാൻ ചെറുപ്പമായിരുന്നു, കുഞ്ഞായിരുന്നപ്പോൾ വെൻ ഐ വാസ് യങ് ഐ യൂസ്ഡ് ടു സ്വിം വൺസ് എ ഡേ. ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ നീന്തുമായിരുന്നു. അപ്പോൾ അന്നുണ്ട്, കുഞ്ഞായപ്പോൾ ഉണ്ട്, ഇപ്പോൾ ഇല്ല. ഓക്കെ, ഇപ്പം ഹി യൂസ്ഡ് ടു സ്പീക്ക് ഇൻ പബ്ലിക്. അവൻ പൊതുവേദിയിൽ പ്രസംഗിക്കുമായിരുന്നു. ഇപ്പം പ്രസംഗിക്കുമോ? ഇല്ല. ഓക്കെ, അതുപോലെ ഹി യൂസ്ഡ് ടു ഡ്രിങ്ക് ടൂ മച്ച്. അവൻ നന്നായി മദ്യപിക്കുമായിരുന്നു. അവൻ പണ്ട് മദ്യപിക്കുമായിരുന്നു. അവൻ ഇപ്പോൾ മദ്യപിക്കില്ല. അതാണ് ആ യൂസ്ഡ് ടുവിൻ്റെ
മീനിങ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രത്യേകമായ അർത്ഥത്തിലാണ് പണ്ടിൽ ഉള്ളതും ഇപ്പോഴില്ലാത്തതും. ഓക്കെ, ഇപ്പോൾ പറയാണ് ഐ യൂസ്ഡ് ടു മീറ്റ് ഹിം എവറി ഡേ. ഞാൻ അവനെ എപ്പോഴും കണ്ടുമുട്ടുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടുമുട്ടുമോ? ഇല്ല, പണ്ട് കണ്ടുമുട്ടുമായിരുന്നു. ഓക്കെ, ഐ യൂസ്ഡ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഞാൻ പണ്ട് എപ്പോഴും നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. ഇപ്പം പറ്റുന്നുണ്ടോ? ഇപ്പം നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടോ? ഇല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഐ യൂസ്ഡ് ടു ഈറ്റ് ഡിന്നർ അറ്റ് 5 o'clock. അതായത് ഡിന്നർ നേരത്തെ കഴിക്കും, 6 o'clock or 7 o'clock. അപ്പോൾ എപ്പോഴും പണ്ട് നേരത്തെ കഴിക്കുമായിരുന്നു, അതായത് 5 മണിയൊക്കെ ആകുമ്പോൾ ഡിന്നർ കഴിക്കുമായിരുന്നു. അതാണ് ഹി യൂസ് ടു ഈറ്റ്, അല്ലെങ്കിൽ ഐ യൂസ് ടു ഈറ്റ് ഡിന്നർ അറ്റ് 5 o'clock. അപ്പോൾ യൂസ്ഡ് ടുവിൻ്റെ യൂസേജ് മനസ്സിലായല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റും എന്നാൽ വളരെ എളുപ്പവുമായ പ്രയോഗങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറയാണ് ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഹിം. ഞാൻ അവനെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ആഗ്രഹമാണ് പറയുന്നത്. അതുപോലെ ഞാൻ ഐ യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി. പണ്ട് ഞാൻ എപ്പോഴും നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. അപ്പോൾ മുമ്പ് നടന്നതും എന്നാൽ ഇപ്പോഴില്ലാത്തതുമായ കാര്യങ്ങളെ പറയാൻ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ പ്രകടമാക്കാൻ വുഡ് ലൈക്ക് ടു യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.